ഇന്നത്തെ എപ്പിസോഡിൽ അനീനെ കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് നന്ദു. അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. നീ ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ എന്നെ മരിച്ചിട്ടാവും നീ കാണുക, മരണ വാർത്ത എല്ലാവരും കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനി മെസ്സേജ് അയക്കും കേട്ടോ. അത് കാണുമ്പോൾ നന്ദുവിന് ആകെ ടെൻഷനാവും. കാരണം നന്ദു മനസ്സിൽ വിചാരിക്കും അനി വെറുതെ ഒന്നും പറയില്ല, അവൻ എന്തെങ്കിലും ഇല്ലാണ്ട് ഒരിക്കലും കള്ളം പറയില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അപ്പോൾ നയനെ ചോദിക്കും, ആരാ മോളെ നിനക്ക് മെസ്സേജ് അയച്ച്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ, ടെൻഷൻ ആവണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആൻറ്റി, ഒന്നുമില്ല ചേച്ചി, അത് ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്തത്, അവർ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ, അപ്പോൾ വരാൻ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചതാന്ന് പറഞ്ഞപ്പോൾ കനക പറയും ഈ രാത്രി നേരത്തെ എവിടേക്കും പോകണ്ട, അത് ഞാൻ വിടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നയനെ അങ്ങനെ തന്നെ പറയും. അപ്പോൾ നവ്യ പറയും അവൾ പൊക്കോട്ടെ അമ്മേ, അവളെ ഇത്രയും കാലം പോയിരുന്നത് തന്നെയല്ലേ, അവളെ ആരും ഉപദ്രവിക്കാനൊന്നും വരില്ല, അങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ തന്നെ അവൾക്ക് നല്ല രീതിയിൽ പെരുമാറാനേ അറിയാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തുണ്ടായാലും വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ കനക പറയും ആരെ ഈ നേരത്ത്, നിൻ്റെ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും ആന്ന് തോന്നുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ പറയും കേട്ടോ. അങ്ങനെ പോയി നോക്കുമ്പോൾ അവർ പറയും നീ വേഗം വായോ, നിന്നെയും കാത്ത അവിടെ ഒരാൾ ഇരിക്കുക, നീ ചെന്നില്ലെങ്കിൽ ആകെ സീനാക്കുന്ന അവൻ പറയണേ, അവൻ കള്ളൊക്കെ ചോദിക്കുന്നുണ്ട് പറയും. അപ്പം നന്ദു പറയും നിങ്ങൾ എന്ത് കൂട്ടുകാരാ, അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് പറയണ്ടേ പറയും കേട്ടോ. ഞങ്ങളത് പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ, അവൻ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചത് തന്നെയാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ നിന്ന് വിടും തോന്നണില്ല, നിങ്ങൾ വന്ന് സംസാരിച്ച് നോക്കുക പറയും. അപ്പോൾ അങ്ങനെ രണ്ട് ഫ്രണ്ട്സ് ഉള്ളിലേക്ക് വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയും അവൾ പൊക്കോട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ നയനും എന്നാൽ പൊക്കോട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദുവിനെ പറഞ്ഞേക്കാണ്. അങ്ങനെ അനിയാണെങ്കിൽ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അനിയുടെ അടുത്തേക്ക് ഫ്രണ്ട്സ് എന്നിട്ട് പറയും നീ പറഞ്ഞ ആളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ട് നന്ദുവിനോട് പറയട്ടോ. അപ്പോൾ അനി പറയും ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ പറയും. എന്തിനാ അനി എന്നെ ഇങ്ങനെ ടെൻഷനാക്കണേ, എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേന്ന് ചോദിക്കും. അപ്പോൾ അനി പറയും നീ എന്നെ അതിനേക്കാളും വിഷമിപ്പിക്കണില്ലേ, എന്നിട്ടാണോ നീ എന്നോട് പറയണേ, എന്തായാലും ഇന്ന് വിഷയമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കണം, എനിക്ക് എന്തായാലും നിന്നെ പിരിക്കാൻ പറ്റില്ല. ഞാൻ നമ്മുടെ കാര്യം ഒരു പുരോഹിതനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടീനെ തന്നെ ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കാനില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ നന്ദുവിനോട് പറഞ്ഞ കാര്യം ആലോചിക്കും കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കും നീ അങ്ങനെ പോയി ചോദിച്ചോ, അത് നിൻ്റെ മുത്തശ്ശിനൊക്കെ അറിയുന്ന ആളല്ലേ, അപ്പോൾ അയാൾ മുത്തശ്ശനോട് പറയില്ലേ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ ആളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് ആളൊന്നും പറയില്ല, ആൾക്കെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇനി അത് കാര്യങ്ങൾ വേഗം നടക്കാൻ വേണ്ടിയിട്ട് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം എന്നൊക്കെ തന്നെ പറയട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.